ഹായ് ഫ്രണ്ട്സ്, ടെക് പിഎസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷ ഇന്ന് രാവിലെ നടന്ന പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആൻസർ കീ ആണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് പ്രൊവിഷണൽ ആൻസർ കീ ആണ്. അപ്പോൾ ഈ ആൻസർ കീ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കൺഫേംഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്ഷൻസിലോ മറ്റോ വേരിയേഷൻസ് എങ്ങാനും തോന്നുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പി എസ് സിയുടെ പ്രൊഫൈലിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 81/2025 എന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതില് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കോഡ് എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കോഡ് എ ആണ്. അപ്പൊ നമുക്ക് ഓരോ ആൻസേഴ്സ് ആയിട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് എക്കണോമിസ്റ്റ് ഹു വേർ ദ അഡ്വക്കേറ്റ്സ് ഓഫ് അൺബാലൻസ്ഡ് ഗ്രോത്ത് തിയറി? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ബി ആണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇതിൽ തന്നിട്ടുള്ളതിൽ ഏതാണ് കറക്റ്റ് എന്നാണ്. ഈ ഒരു ചോദ്യത്തിനും ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്. മീൻ ഈസ് ഈക്വൽ ടു മീഡിയൻ ഈസ് ഈക്വൽ ടു മോഡ് എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് റിലേറ്റഡ് ടു ദ എഫക്ട്സ് ഓഫ് ദ ഡീവാല്യൂവേഷൻ ഓഫ് എ കറൻസി എന്നാണ് ചോദ്യം. അപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം എ ആണ്. ആൻസർ എ ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എ ആണ്. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെഷർ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് എന്താണ് ചോദ്യം. അപ്പോ ആൻസർ ആയിട്ട് വരുന്നത് നാലാമത്തെ ചോദ്യം സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്, ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെന്റ് ട്രേഡ് ഓഫ് ഷോസ് ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ്. അപ്പൊ അഞ്ചാമത്തെ ചോദ്യത്തിന് ഉത്തരം ബി ആണ്. 1 and 2 ആർ കറക്റ്റ്. ഇനി ആറാമത്തെ ചോദ്യം, ലേണേഴ്സ് ഇൻഡെക്സ് ഓഫ് മോണോപ്പൊളി പവർ ഈസ് ദ ബേസ് ഓഫ് എന്നാണ് ചോദ്യം. അപ്പോൾ ആറാമത്തെ ചോദ്യത്തിന്റെ ആൻസറും ബി ആയിട്ടാണ്. പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ആറാമത്തെ ചോദ്യത്തിന്റെ ആൻസറും ബി ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഏഴാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, in the short run the monopolistic maximizes the profit if എന്നാണ് ചോദ്യം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യം, in the hypothesis testing type 1 error means? ആൻസർ ഓപ്ഷൻ സി. ഒൻപതാമത്തെ ചോദ്യം, which of the following statement is true എന്നാണ് ഒൻപതാമത്തെ ചോദ്യം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്, അതിൽ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി പത്താമത്തെ ചോദ്യത്തിലേക്ക് പോവാം. പത്താമത്തെ ചോദ്യം, എ മെഷർ ഓഫ് ഡിസ്പെർഷൻ ഫ്രീ ഫ്രം യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ഈസ് എന്നാണ് ചോദ്യം. അപ്പൊ പത്താമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ഡി, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. ഓക്കെ, ഇനി 11ാമത്തെ ചോദ്യം, in which production function elasticity of substitution is 0 എന്നാണ് 11ാമത്തെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി. 12ാമത്തെ ചോദ്യം, the LM function shift to the right when the money supply is എന്നാണ് 12ാമത്തെ ചോദ്യം. 12ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എ ആണ്. it is increased. ഓക്കെ, ഇനി 13ാമത്തെ ചോദ്യം, ഹൈ പവേർഡ് മണി ആൻഡ് മണി മൾട്ടിപ്ലയർ ആർ എന്നാണ് 13ാമത്തെ ചോദ്യം. അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ, ഇൻവേഴ്സ്ലി റിലേറ്റഡ്. ഓക്കെ, ഇനി അടുത്ത 14ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 14ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, yes, the Keynesian consumption function C is equal to A plus B by അതില് ബി ഡിനോട്ട്സ് എന്താണെന്നാണ്, ബി എന്താണ് എന്നാണ് 14ാമത്തെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 15ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 15ാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു ഹാരോൾഡ് ആൻഡ് എക്കണോമി വുഡ് എക്സ്പീരിയൻസ് ഇൻഫ്ലേഷൻ ഇഫ് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി 16ാമത്തെ ചോദ്യം, in a perfectly symmetrical distribution skewness is equal to എന്നാണ് 16ാമത്തെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. സ്ക്വീനസ് 0 ആണ്. 17ാമത്തെ ചോദ്യം, the first blueprint of Indian planning was given by എന്നാണ് 17ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി, എം വിശ്വേശ്വരയ്യയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് 17ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി 18ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 18ാമത്തെ ചോദ്യം വരുന്നത്, which among the following is not a quantitative credit control policy of the central bank എന്നാണ് ചോദ്യം. ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, മാർജിൻ റിക്വയർമെന്റ്സ്.
ഓക്കെ, ഇനി 19ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ദ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. അപ്പൊ 19ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, 19ാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി 1, 2 and 3 only are correct. ക്ലിയർ? ഇനി 20ാമത്തെ ചോദ്യം. ഇരുപതാമത്തെ ചോദ്യം. കേരള വാല്യൂ ആഡഡ് ടാക്സ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. ഓപ്ഷൻ ബി ആണ് ഉത്തരം 1 April 2005. ഓപ്ഷൻ ബി ആണ് 20ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് 21ാമത്തെ ചോദ്യം. The natural domain of the function f of x is equal to root of 4x minus 3 minus x square. അതിന്റെ നാച്ചുറൽ ഡൊമൈൻ എന്താണ് എന്നാണ് 21ാമത്തെ ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്ലിയർ? ഇനി 22. The equation of the tangent to the curve y is equal to 2 by x at the point 2, 1 is എന്നാണ് 22ാമത്തെ ചോദ്യം. ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 22 ഓപ്ഷൻ ബി. ഇനി 23ാമത്തെ ചോദ്യം. The value of integral 0 to pi by 2 cot x by 1 plus cot x dx. അതിന്റെ വാല്യൂ എത്രയാണ് 23ാമത്തെ ചോദ്യം. 23ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. റോഷൻ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ സി pi by 4 ആണ് 23ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരിക. ഇനി നമുക്ക് 24ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 24ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് the equation of the curve satisfying the differential equation dy by dx is equal to x plus 2 by y and passing through the point 0, 2 is എന്നാണ് 24ാമത്തെ ചോദ്യം വരുന്നത്. അതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 24 ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി 25ാമത്തെ ചോദ്യം. the sum of two positive numbers is 450 and their LCM is 972 and their GCD. അതിന്റെ GCD എത്രയാണെന്നാണ് 25ാമത്തെ ചോദ്യം വരുന്നത്. ഓപ്ഷൻ ബി 18 ആണ് ഉത്തരം. ഓക്കെ, ഇനി 26ാമത്തെ ചോദ്യം. the remainder obtained by dividing 5 raised to 38 by 11 എന്നാണ് 26ാമത്തെ ചോദ്യം. 26ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി 4 ആണ് 26ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 27th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 27th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the G group such that every element is its own inverse then എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി. അത് അബേലിയൻ ആണ്. ജി ഈസ് അബേലിയൻ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി 28ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. The number of subgroup of Z subscript 18 is എന്നാണ് 28ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓപ്ഷൻ എ 6 ആണ് ഉത്തരം. 29ാമത്തെ ചോദ്യം. Find the value of lambda for which the system of homogeneous linear equation. ഈ ലീനിയർ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻസ് ഉണ്ടാവണമെങ്കിൽ അതിന്റെ ലാംഡയുടെ വാല്യൂ എങ്ങനെയായിരിക്കണം എന്നാണ് ചോദ്യമായിട്ട് 29ാമത്തെ ചോദ്യമായിട്ട് വന്നിരിക്കുന്നത്. 29ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും ഓപ്ഷൻ എ തന്നെയാണ്. ഇനി 30ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ the determinant of the linear transformation t such that r square to r square defined by ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡിറ്റർമിനന്റ് അത് എന്താണെന്നാണ്. അപ്പോൾ ആ ഉത്തരവും ഓപ്ഷൻ എ തന്നെയാണ്. ഓപ്ഷൻ എ 17 ആണ് ഇതിന്റെ ഡിറ്റർമിനന്റ് ആയിട്ട് വരിക. ഓക്കെ, ഓപ്ഷൻ എ 17 is the answer. ഇനി 31ാമത്തെ ചോദ്യം. The nullity of the linear transformation t from r cube to r cube defined by അത് കൊടുത്തിട്ടുണ്ട്. t x y z ലാണ് അത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ നള്ളിറ്റി ഏതിലാണ് എന്നാണ് 31ാമത്തെ ചോദ്യം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 1.
ഓക്കെ, ഇനി 32ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ഡിറ്റർമിനൻസ്. ഡിറ്റർമിനൻസിനെ സംബന്ധിച്ചിടത്തോളം ട്രൂ ആയിട്ടുള്ളത് ഏതാണെന്നാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ 32 ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി അടുത്തത് 33ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അതിന് 33ാമത്തെ ചോദ്യം, ലിമിറ്റ് ഓഫ് സ്ക്യൂനെസ് ഓഫ് ദിസ് ഫംഗ്ഷൻ എത്രയാണെന്നാണ് 33ാമത്തെ ചോദ്യം വരുന്നത്. അതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 2 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 34ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് നീഡ് നോട്ട് ബി ട്രൂ എന്നാണ് 34ാമത്തെ ചോദ്യം. 34ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് 34ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 35ാമത്തെ ചോദ്യം, ദ സീരീസ് സിഗ്മ, അവിടെ ഒരു സീരീസ് തന്നിട്ടുണ്ട്, n² - 1 n² + 1 x raised to n, അത് x raised to 0, അത് എത്രയാണെന്നാണ് ആ ഒരു സീരീസ്. അപ്പോ 35ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. ഇനി 36ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, ദ വാല്യൂ ഓഫ്, അവിടെ ഡബിൾ ഇന്റഗ്രൽ ആണ്. ഓക്കെ, അതിന് ലിമിറ്റും ഉണ്ട്. അപ്പൊ അതിന്റെ വാല്യൂ എത്രയെന്നാണ് 36ാമത്തെ ചോദ്യം വരുന്നത്. 36ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. 36ാമത്തെ ചോദ്യം. ഇനി 37, ഇഫ് ഒമേഗ ഈസ് ദ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി, then 2 + omega + 2 omega square the whole raised to 4 എത്രയാണെന്നാണ് 37ാമത്തെ ചോദ്യം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 37 ഓപ്ഷൻ എ. ഇനി 38ാമത്തെ ചോദ്യം, an analytic function whose real part uxy is 2xy + 2x is, അത് എത്രയാണെന്നാണ്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന്റെയും ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി 39ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 39ാമത്തെ ചോദ്യം, ദ ഇന്റഗ്രൽ, അവിടെ ഒരു ഇന്റഗ്രൽ തന്നിട്ടുണ്ട്, ഇന്റഗ്രൽ x + y + 2 i dz, അവിടെ അതിന്റെ പോയിന്റ്സും അതിന്റെ കണ്ടീഷനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് എത്രയാണ് എന്നാണ് 39ാമത്തെ ചോദ്യം. 39ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി -2 + 3i. 40ാമത്തെ ചോദ്യം, ദ വാല്യൂ ഓഫ് ദ ഇന്റിജർ, അവിടെ ഇന്റഗ്രൽ കൊടുത്തിട്ടുണ്ട്, f of z dz, where fc is equal to fc യുടെ വാല്യൂ കൊടുത്തിട്ടുണ്ട്, c യുടെ വാല്യൂ മോഡുലസ് z അത് 2 ആണെന്നൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ 40ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 2πi ആണ് 40ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഓക്കെ, ഇനി 41ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 41ാമത്തെ ചോദ്യം, in a set of values, അവിടെ set of values 0, 5, 8, 9 and 110, which of the following is the most suitable average എന്നാണ് 41ാമത്തെ ചോദ്യം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി മീഡിയൻ. ഓക്കെ, ഇനി 42ാമത്തെ ചോദ്യം, the coefficient of variation of n observation is sigma by x bar, each of n observation is multiplied by k, then the coefficient of variation of the new set of observation is എത്രയാണെന്നാണ് 42ാമത്തെ ചോദ്യം. 42ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി സിഗ്മ ബൈ എക്സ് ബാർ. 43ാമത്തെ ചോദ്യം, എ ബോക്സ് contain 4 blue, 5 green and 3 white balls. The probability of 3 balls being of different colors when the ball replaced after each draw, ഓരോ ഡ്രോയ്ക്ക് കഴിയും തോറും ബോൾ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 43ാമത്തെ ചോദ്യം. അപ്പോൾ അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 3/144. ഓക്കെ, ഇനി 44ാമത്തെ ചോദ്യം, if the probability of getting head is 0.3, what is the probability of getting 3 heads of a coin when it is tossed 4 times എന്നാണ് 44ാമത്തെ ചോദ്യം വരുന്നത്. 44ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 0.075. ഇനി 45ാമത്തെ പോയിന്റിലേക്ക് പോവാം. 45ാമത്തെ ചോദ്യം, മൂവിംഗ് ദ ആവറേജ് മെത്തേഡ് ഓഫ് ഫിറ്റിംഗ് ട്രെൻഡ് ഇൻ എ ടൈം സീരീസ് ഡേറ്റ റിമൂവ്സ് ദ എഫക്ട് ഓഫ് എന്നാണ് 45ാമത്തെ ചോദ്യം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ. 46ാമത്തെ ചോദ്യം, ദ എക്സ്പെൻഡിച്ചർ ഈസ് എയ്തർ 300 with probability p is equal to 0.6 or rs 400, then the expected expenditure is എത്രയാണെന്നാണ് 46ാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം ഓപ്ഷൻ എ 340. ഓക്കെ, ഇനി if x to b തന്നിട്ടുണ്ട്, അവിടെ ഒരു റേഞ്ച് തന്നിട്ടുണ്ട് 120.4, can be approximated to dash distribution എന്നാണ് 47ാമത്തെ ചോദ്യം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓപ്ഷൻ ബി is the answer. അടുത്തത് 48ാമത്തെ ചോദ്യമാണ്. 48ാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്ന് തിരിച്ച് ഓപ്ഷൻ കണ്ടുപിടിക്കാനാണ്. which of the following related to normal distribution are not correct, കറക്റ്റ് അല്ലാത്തത് ഏത് എന്നായിരുന്നു 48ാമത്തെ ചോദ്യം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 2, 3 and 5. 49ാമത്തെ ചോദ്യം, in a competitive examination test
has a mean score of 120 and the standard deviation of 23. If the student's Z score is 1.4, what is his score on the test? എന്നാണ് 49ാമത്തെ ചോദ്യം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 152.2 ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് 50ാമത്തെ ചോദ്യമാണ്. Which of the following statement about mu and variance sigma square of binomial distribution is not true? എന്നായിരുന്നു 50ാമത്തെ ചോദ്യം. 50ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി, mu is equal to 7.5 and sigma is equal to 5.3 ആണ് ഉത്തരം. ഓക്കെ, അടുത്തത് 51ാമത്തെ ചോദ്യം. An urn contain n balls of which അവിടെ a less than n are green. 2 balls are drawn from the urn without replacement എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോബബിലിറ്റിയിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 51ാമത്തെ ചോദ്യം. അതിൽ താഴെ തന്നിരിക്കുന്നത് ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 51ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി 2 and 3 are correct എന്നാണ് 51ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. ഇനി 52ാമത്തെ ചോദ്യം. The conditional PM of a discrete random variable x given a discrete random variable y is equal to y is undefined when എന്ന് പറഞ്ഞിട്ട് 52ാമത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉത്തരത്തിന്റെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ പൊസിഷണൽ കീ പ്രകാരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി p y is equal to y equal to 0 എന്നാണ് നമ്മുടെ ആൻസർ. പൊസിഷണൽ കീ പ്രകാരം നമ്മുടെ ആൻസർ വരുന്നത്. ഇനി 53ാമത്തെ ചോദ്യം. 53ാമത്തെ ചോദ്യം. If x follows a normal distribution, then p of x is equal to 0.5 is എന്നായിരുന്നു അതിന്റെ ഓപ്ഷൻ സി ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി. ഓക്കെ, ഇനി 54ാമത്തെ ചോദ്യം. Laplace index number shows as എന്നാണ് 54ാമത്തെ ചോദ്യം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ. ഓക്കെ, ഇനി 55ാമത്തെ ചോദ്യം. If x follows n 0 1 and y follows chi square with n degrees of the freedom, then root of nx by root y is distributed as എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 55ാമത്തെ ചോദ്യം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 55 ഓപ്ഷൻ സി. ഇനി 56ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 56ാമത്തെ ചോദ്യം. In simple random sampling without replacement, if n are selected from capital N units, then would be dash sample എന്ന് പറഞ്ഞിട്ട് 56ാമത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 56ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. In a complementary randomized design with k treatments are experimental units, error degrees of freedom is equal to എന്നാണ് 57ാമത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 57ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 57 ഓപ്ഷൻ എ. ഇനി 58ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 58ാമത്തെ ചോദ്യം. Which of the following statement is true എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു 58ാമത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 58ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. None of these. 59. The death rate obtained for a segment of population is known as എന്നാണ് 59ാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, specific death rate. 60ാമത്തെ ചോദ്യം. A random variable x takes only two values 1 and beta with positive probability. If e of x is equal to p of x equal to 1, then must have എന്ന് പറഞ്ഞിട്ട് 60ാമത് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. 60ാമത്തെ ചോദ്യം ഓപ്ഷൻ എ. ഇനി നമുക്ക് 61ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 61ാമത്തെ ചോദ്യം. All of the following statements are true except എന്ന് പറഞ്ഞിട്ടാണ് 61ാമത് ഒരു ചോദ്യം നമുക്ക് ചോദിച്ചിരുന്നത്. അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി. 62ാമത്തെ ചോദ്യം. The concept of core competence was proposed by എന്നാണ് 62ാമത്തെ ചോദ്യം. 62ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. സി കെ പ്രഹ്ലാദ് ആണ് ഉത്തരം. 63ാമത്തെ ചോദ്യം. Which of the following is not a function of primary market എന്നായിരുന്നു 63ാമത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി. ഓക്കെ, 63ാമത്തെ ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി 64ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 64ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ. 64ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി 65ാമത്തെ ചോദ്യം. While replacing an asset, the depreciated book value of the existing asset is considered as എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം 65ാമത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഡി ആണ്. ഓക്കെ, sunk cost. 66ാമത്തെ ചോദ്യം. Which of the following statement is not
ട്രൂ ഇൻ ദ കേസ് ഓഫ് ടി ബിൽസ് എന്ന് പറഞ്ഞിട്ട് 66ാമത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 66ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 66 ഓപ്ഷൻ എ. ഇനി 67ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 67ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ എന്ന് പറഞ്ഞിട്ട് 67ാമത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി. 68ാമത്തെ ചോദ്യം ഇത് മാച്ച് ചെയ്യാനായിരുന്നു. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് 68ാമത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഓപ്ഷനും ഡി തന്നെയാണ്. അതിന്റെയും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ്. ഓക്കെ, അപ്പൊ ആ രണ്ട് ക്വസ്റ്റ്യൻ ആയി. 68 വരെയായി. 69ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ് ഫംഗ്ഷൻ ഓഫ് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് 69ാമത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി. 69 ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി 70ാമത്തെ ചോദ്യം ഇൻ ദ ലൈറ്റ് ഓഫ് ടു സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ അബൌട്ട് മാനേജ്മെന്റ് സ്കിൽസ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് 70 ഒരു കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 is false എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ 70ാമത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് 71ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 71ാമത്തെ ചോദ്യം ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 71ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി നമുക്ക് 72ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 72ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് considering the two statements അത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. two statements given below choose the correct option എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 72ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ. ഇനി 73ാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സെൻസസ് ഈസ് ട്രൂ എന്ന് പറഞ്ഞിട്ട് 73ാമത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെൻസസിനെ സംബന്ധിച്ചിടത്തോളം ശരിയായത് ഏത് എന്ന 73ാമത്തെ ചോദ്യത്തിന്റെ ഓപ്ഷൻ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 73 ഓപ്ഷൻ ഡി. ഇനി 74ാമത്തെ ചോദ്യം അതും മാച്ച് ചെയ്യാനുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ക്വസ്റ്റ്യന്റെ ആൻസറും 74ാമത്തെ ചോദ്യത്തിന്റെ ആൻസറും വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. 74 ഓപ്ഷൻ എ. ഓക്കെ, ഇനി 75ാമത്തെ ചോദ്യം ഇൻ ദ ലൈറ്റ് ഓഫ് ദ ടു സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ about the type of account choose the correct option എന്നായിരുന്നു 75ാമത്തെ ചോദ്യം. 75ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം. അപ്പോൾ 75 ഓപ്ഷൻ ഡി. ഇനി 76ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 76ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്വിഫ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ 76ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. സൊസൈറ്റി ഓഫ് വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്നാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് 77ാമത്തെ ചോദ്യം അതും ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 77ാമത്തെ ചോദ്യം ആൻസർ ആയിട്ട് വരുന്നത് 77 ഓപ്ഷൻ ഡി. 77ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 78ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ കോൺസെപ്റ്റ് ഓഫ് ഗ്യാങ് പ്ലാൻ ഈസ് റിലേറ്റഡ് ടു ദ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ട് 78ാമത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. സ്കേലാർ ചെയിൻ. അപ്പോൾ 78 ഓപ്ഷൻ സി. ഇനി 79ാമത്തെ ചോദ്യം അറേഞ്ച് ദ ഫോളോയിങ് ആക്ട്സ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദെയർ ഇനാക്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് 79 ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ. ഇനി 80ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 80ാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം A borrowed Rs 25,000 from a bank and bought furniture with Rs 25,000 using this cash. അപ്പോൾ state the effect of this transaction. ഈ ട്രാൻസാക്ഷന്റെ എഫക്ട് എന്താണ് എന്ന് പറഞ്ഞിട്ട് 80ാമത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 80ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. Asset increased and liabilities increased എന്ന് പറഞ്ഞിട്ട് 80ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്തത് 81ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 81 ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ 81ാമത്തെ ചോദ്യത്തിന്റെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞിട്ട് 89ാമത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 89ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 81 ഓപ്ഷൻ എ. ഇനി 82ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 82ാമത്തെ ചോദ്യം വിച്ച് എമംഗ് ദ ഫോളോയിങ് വാസ് ദ ജേർണൽ ഓഫ് യോഗക്ഷേമ സഭ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 82. അപ്പൊ 82ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 83 നൈൻ ദ മിഷണറി ഗ്രൂപ്പ് ഇനിഷ്യേറ്റഡ് the educational activities of Malabar. അങ്ങനെ 83ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, 84
which memorandum demands the preferential treatment in public requirement to the state services for the native Tiruvidampur എന്ന് പറഞ്ഞിട്ട് 84ാമതൊരു ചോദ്യം. 84ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മലയാളി മെമ്മോറിയൽ ആണ് 84 ഓപ്ഷൻ ഡി. ഇനി 85ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 85ാമത്തെ ചോദ്യം, the first travelogue in Malayalam language written by Paramakkal Thoma Kathanar എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു 85. അപ്പോൾ 85ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 86 അതും ഒരു which of the following is true എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പണ്ഡിറ്റ് കറുപ്പനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് 86ാമത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 86ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി, only 1 and 2 എന്നാണ് ഉത്തരം. 86ാമത്തെ ചോദ്യം. ഇനി അടുത്തത് 87ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 87ാമത്തെ ചോദ്യം, the novel of Kaveri Shivashankara Pillai based on the history of class consciousness of the handless agriculture workers of Kuttanad region എന്ന് പറഞ്ഞിട്ട് 87ാമതൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം രണ്ടിടങ്ങഴി ഓപ്ഷൻ സി ആണ്. 88ാമത്തെ ചോദ്യം, the first woman to be arrested in Kerala for breaking the South law എന്നാണ് 88ാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. 88ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓക്കെ, 89ാമത്തെ ചോദ്യം, the Pratyaksha Raksha Deva Sabha was started by എന്ന് പറഞ്ഞിട്ട് 89ാമത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 89ാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, പൊയ്കയിൽ അപ്പച്ചൻ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, പ്രത്യക്ഷ രക്ഷ ദൈവസഭ. അടുത്തത് 90ാമത്തെ ചോദ്യം, 90th ക്വസ്റ്റ്യൻ, കുടിയരശ് ദ തമിഴ് വീക്ക്ലി വാസ് സ്റ്റാർട്ടഡ് ബൈ എന്ന് പറഞ്ഞിട്ട് 90ാമത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരം. 91ാമത്തെ ചോദ്യം, how many members attended the first session of the Constituent Assembly of India began in 19 December 1946 എന്ന് പറഞ്ഞിട്ട് 91ാമത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം 207. 92ാമത്തെ ചോദ്യം, name the drama written by C.J. Thomas depicting the worst condition of women artists എന്ന് പറഞ്ഞിട്ട് 92ാമത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, ഉയർന്ന യവനിക ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് 93ാമത്തെ ചോദ്യം, which amendment added the term socialist and secular to the preamble of the Constitution of India എന്നാണ് 93ാമത് ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. 93ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 42nd amendment ആണ് ആ ചോദ്യത്തിന് ആൻസർ ആയിട്ട് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തത് 94ാമത്തെ ചോദ്യം, the article which prohibit the employment of children below the age of 14 years in any factory, mine or any other hazardous employment എന്ന് പറഞ്ഞിട്ട് 94ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 24. 95ാമത്തെ ചോദ്യം, who is the chief of UN refugee agency എന്ന 95ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫിലിപ്പോ ഗ്രാൻഡി. അടുത്ത 96, by which amendment to the Constitution in 1978 removed the right to property from the list of fundamental rights എന്ന് പറഞ്ഞിട്ട് 96ാമത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 96ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 44th amendment ആണ് 96ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 97. Okay, who is awarded as the best international women cricketer by BCCI in 2025 എന്നാണ് 97ാമത്തെ ചോദ്യം. 97ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്മൃതി മന്ദാന. ഓക്കെ, അടുത്ത 98, MISAയുടെ ഫുൾ ഫോം എന്താണ് എന്നായിരുന്നു 98ാമത്തെ ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, മെയിന്റനൻസ് ഓഫ് ഇന്റർണൽ സെക്യൂരിറ്റി ആക്ട്. അടുത്തത് 99ാമത്തെ ചോദ്യം. 99ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഈസ് റിലേറ്റഡ് വിത്ത് എന്നാണ് 99ാമത്തെ ചോദ്യം. അപ്പൊ 99ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, റൂഫ് ടോപ്പ് സോളറൈസേഷൻ സ്കീം. റൂഫ് ടോപ്പ് സോളറൈസേഷൻ സ്കീം ആണ് ഈ ഒരു PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന, അതുമായിട്ട് ബന്ധപ്പെട്ട സ്കീം. ഇനി 100ാമത്തെ ചോദ്യം, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് സമത്വ സമാജം എന്നാണ് 100ാമത്തെ ചോദ്യം. 100ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി, വൈകുണ്ഠ സ്വാമിയാണ് ഉത്തരം. ഓക്കെ, അപ്പോൾ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസേഴ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ഒരു എക്സാമിന്റെ ഒരു സ്റ്റാൻഡേർഡ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് വളരെ ഉയർന്ന ഒരു കട്ട് ഓഫിലേക്ക് പോകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊരു ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആണ്. ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആയതുകൊണ്ട് തന്നെ ഓരോ ഡിസ്ട്രിക്റ്റിനും പെർ
ഡിസ്ട്രിക്ട് ഡിഫറെന്റ് കട്ട് ഓഫ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എങ്ങനെയായാലും ഒരു ഇതുവരെയുള്ള ഒരു ഡിസ്കഷനും ഒരു എക്സാമിന്റെ ഒന്നും അനാലിസിസും എല്ലാം കഴിഞ്ഞതിന് ശേഷം കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ ഈ ചാനലിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ടെക് PSCയുടെ ആശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു.